തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. വീണ്ടും അവിടെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം നടക്കുകയാണ്. മേയർക്കെതിരായ പ്രതിഷേധമാണ് നടക്കുന്നത്. പ്രതിഷേധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അജീഷ് ജയകുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? വേണു, അല്പസമയം മുമ്പാണ് ഈ യൂത്ത് ലീഗ് പ്രവർത്തകർ, ജില്ലാ ഭാരവാഹികൾ ഇപ്പോൾ കോർപ്പറേഷന്റെ ഓഫീസിന് മുന്നിലേക്ക് ചാടിക്കയറിയത്. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധ സമരം. അപ്രതീക്ഷിതമായിരുന്നു ഈ പ്രവർത്തകർ കോർപ്പറേഷനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. പോലീസ് കാവലുണ്ടായിരുന്നു. പോലീസ് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ നീക്കുകയാണ്. യൂത്ത് ലീഗിന്റെ ജില്ലാ ഭാരവാഹികളാണ് ഇവർ. നേരത്തെ BJPയുടെ പ്രതിഷേധവും അകത്തുണ്ടായിരുന്നു. അത് കോർപ്പറേഷൻ മേയർ ഓഫീസിന്റെ മുന്നിലായിരുന്നു സമരം. പക്ഷേ അപ്രതീക്ഷിതമായിരുന്നു യൂത്ത് ലീഗ് പ്രവർത്തകർ കോർപ്പറേഷൻ ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചതും 3 പ്രവർത്തകർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെ ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞു. ഓരോ പ്രവർത്തകരെ എല്ലാവരെയും തന്നെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കി പോലീസ്. എന്തായാലും അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധ സമരമായിരുന്നു യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഉണ്ടായത്. എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വേണു, അജീഷ്, BJP കൗൺസിലർമാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ടോ? വേണു, BJP പ്രവർത്തകരുടെ കൗൺസിലർമാരുടെ പ്രതിഷേധം കോർപ്പറേഷൻ ഓഫീസിനകത്താണ്. മേയർ ഓഫീസ് ഉപരോധിച്ചാണ് അവരുടെ പ്രതിഷേധം. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ താഴെ, അത് കോർപ്പറേഷന്റെ കവാടത്തിന് മുന്നിലൂടെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചത്. വലിയ പോലീസ് ബന്ദോബസ്ത് തന്നെ ഇതിന്റെ മുന്നിലുണ്ടായിരുന്നു. BJPയുടെ പ്രവർത്തകരുടെ ഉപരോധ സമരം ഇപ്പോഴും അവിടെ തുടരുകയാണ്. കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ ഇതുവരെ ഓഫീസിലേക്ക് എത്തിയിട്ടില്ല എന്ന് ചില ഔദ്യോഗിക പരിപാടികൾ പുറത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. ആ പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് മേയർ. ഇതുവരെയ്ക്കും ഇതിനകത്തേക്ക് മേയർ എത്തിയിട്ടില്ല. ഇതിനിടയിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ പെട്ടെന്ന് ഇതിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. മേയറുടെ രാജി ആവശ്യപ്പെട്ട് യാമണിച്ചൻ തോടിന്റെ പ്രശ്നം തന്നെയാണ് മൂവരും രണ്ട് കൂട്ടരും ഉന്നയിക്കുന്നത്. എന്തായാലും BJPയുടെ സമരം ഇപ്പോഴും തുടരുകയാണ്. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ വലിയ പോലീസ് ബന്ദോബസ്താണ്, പോലീസ് കാവലാണ് ഇപ്പോഴും ഒരുക്കിയിട്ടുള്ളത്. BJP കൌൺസിലർമാരുടെ സമരം ഇപ്പോഴും അവിടെ തുടരുകയാണ്. അജീഷ്, യൂത്ത് ലീഗിന്റെ എത്ര പ്രവർത്തകരാണ് പ്രതിഷേധവുമായി വന്നത്? വേണു, 3 പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നത്. ജില്ലാ സെക്രട്ടറി ഭായ്സ് ഉൾപ്പെടെയുള്ള മറ്റു 2 പേരും, അങ്ങനെ 3 പ്രവർത്തകർ. ഇവിടെ കോഫി ഹൗസിൽ ചേർന്നുള്ളൊരു കോഫി ഹൗസ് ഉണ്ട്. ആ ഭാഗത്തു നിന്നാണ് ഇവർ പെട്ടെന്ന് ചാടി ഇതിനകത്തേക്ക് കയറാൻ ശ്രമിച്ചത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇതിന് കവാടത്തിനകത്തേക്ക്, കോർപ്പറേഷൻ ഓഫീസിന്റെ അകത്തേക്കാണ് ഇവർ തള്ളിക്കയറാൻ ശ്രമിച്ചത്. ഇതിന് മുന്നിൽ വലിയ പോലീസ് കാവൽ തന്നെ ഉണ്ടായിരുന്നു. വനിതാ പോലീസും പുരുഷ പോലീസ് അടക്കം വലിയ പോലീസ് കാവലുണ്ടായിരുന്നു. ഇതിനുള്ളിലേക്കാണ് ഇവർ തള്ളിക്കയറാൻ ശ്രമിച്ചത്. പെട്ടെന്ന് തന്നെ പോലീസ് ഈ 3 പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ഇവർ മൂവരെയും എയർ ക്യാമ്പിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഈ 3 പ്രവർത്തകരെ പെട്ടെന്നുള്ള പ്രതിഷേധ സമരമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോലീസ് ആക്ഷനും ഉണ്ടായിരുന്നു. പോലീസ് 3 പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റി ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട്. അജീഷ്, കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ ഇന്ന് അവിടെ? തീർച്ചയായും ഈ ആമയഴിഞ്ച തോടിന്റെ പ്രശ്നത്തിൽ തന്നെ ഭരണ പ്രതിപക്ഷ സംഘടനകളെല്ലാം പ്രതിഷേധം മാർച്ച് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലും ഒക്കെ പ്രതിഷേധം ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഡിവൈഎഫ്ഐ റെയിൽവേ സ്റ്റേഷൻ ഓഫീസാണ്, റെയിൽവേ സ്റ്റേഷനാണ് മാർച്ച് തീരുമാനിച്ചിട്ടുള്ളത്. അത് അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. യൂത്ത് കോൺഗ്രസും ഈ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. അത് ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്പസമയത്തിനകം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തും. അതിനിടയിലാണ് നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് കൌൺസിലർമാർ മേയറുടെ ഓഫീസ് ഉപരോധിക്കുന്നത്. അങ്ങനെ മേയർ ഓഫീസിലുള്ള ഉപരോധം BJP പ്രവർത്തകർ നടത്തുന്നുണ്ട്. യൂത്ത് ലീഗും മാറി നിന്നില്ല, അവരും പ്രതിഷേധം നടത്തുന്നുണ്ട്. അങ്ങനെ ഈ ആമയഴിഞ്ചൻ തോട്ടിൽ വീണ് ശുചീകരണ തൊഴിലാളി മരിച്ച സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധം തന്നെ ഇന്ന് തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യൂത്ത് ലീഗിന്റെ, യൂത്ത് കോൺഗ്രസിന്റെയും അതേപോലെ ഡിവൈഎഫ്ഐയും പ്രതിഷേധിക്കുന്നുണ്ട്. അത് റെയിൽവേക്കെതിരെയാണ്, BJPക്കെതിരെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം. അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.